അപ്പോൾ നമുക്ക് ഇന്നത്തെ കേക്ക് ഡിസൈൻ എന്ന് കണ്ടാലോ. ഒരു 2 kg ഒരു 1 kg കേക്കും, അങ്ങനെ 2 കേക്കിന്റെ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1 kg കേക്കിന്റെ ഓർഡർ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു. ചില കസ്റ്റമർ നമുക്ക് കേക്കിന്റെ ഓർഡേഴ്സ് തരുമ്പോൾ അവർക്ക് തീമും കാര്യങ്ങളും ഒക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും അത് എങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ കാണത്തില്ല. ഈ ഒരു കസ്റ്റമർ നമുക്ക് അങ്ങനെ ഒരുപാട് ഡിസൈനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ല എങ്കിലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം കേക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലൂബെറി ഫ്ലേവറിൽ കേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പർപ്പിൾ ഷെയ്ഡിൽ കേക്ക് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കേക്കിന് നടുക്കായിട്ട് ഇതേപോലെ ബർത്ത്ഡേ ഗേളിന്റെ ഫോട്ടോയും വേണം, പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലി ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ നമ്മൾ 4 സൈഡിലും ഇതേപോലെ റോസറ്റ നോസിലും ഷെൽ നോസിലും കൊണ്ടുള്ള ഡിസൈൻ ഒക്കെ ചെയ്യാറാണ് പതിവ്. അത് പ്രത്യേകം കസ്റ്റമർ പറഞ്ഞു അങ്ങനെ ഒരു ഡിസൈൻ വേണ്ട, കുറച്ച് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ റോസറ്റാസ് വരച്ചിട്ട് അതിൽ ബട്ടർഫ്ലൈസ് ഇരുന്നാൽ മതിയെന്ന്. സത്യത്തിൽ കസ്റ്റമർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു ഈ കേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ കസ്റ്റമറിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ടത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചില കേക്കുകളൊക്കെ അങ്ങനെയാണ്, നമ്മൾ എത്ര കൊള്ളത്തില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെങ്കിലും അവസാനം ചെയ്തു വരുമ്പോൾ അതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അതേപോലെയാണ് സിമ്പിളായിട്ട് ചെയ്ത ഈ ഒരു കേക്ക് ഡിസൈനും. പിന്നെ ഇതിനകത്ത് നടുക്ക് വെച്ചേക്കുന്നത് നമ്മൾ പ്രിന്റ് അല്ല കേട്ടോ, അതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറാണ്. നമ്മൾ നോർമലി അക്രലിക് ടോപ്പറിൽ പ്രിന്റ് വരുന്നിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ടോപ്പറാണ്. എന്തായാലും ഈ ഒരു കേക്കിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.